ഓരോ 15 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു റേപ്പ് കേസ് റിപ്പോർട്ടാകുന്നുണ്ട്. NCRPയുടെ 2018 കണക്കാണിത്. ഇന്നത്തെ കണക്കെടുത്ത് നോക്കിയാൽ ആ 15 മിനിറ്റ് എന്നത് 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ എന്നുള്ളത് പോലും വലിയൊരു ചോദ്യമാണ്. ഇന്ത്യ പോലുള്ള ഒരു നാട്ടിൽ റേപ്പ് കേസ് എന്നത് ഫയൽ ആകുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം റേപ്പ് എന്ന് പറയുമ്പോൾ അത് ആ പെൺകുട്ടിക്ക് ഒരു അപമാനം, ആ കുടുംബത്തിന് അപമാനം. അതിനാൽ ഇതെങ്ങനെ മൂടി മറയ്ക്കാം? ഇങ്ങനെ പോലീസിനോട് പറയുകയോ കേസായി പോലും റിപ്പോർട്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും 15 മിനിറ്റിൽ ഒരു കേസ് റിപ്പോർട്ടാകുന്നു എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക. ഓരോ മിനിറ്റിലും ഓരോ ദിവസവും എത്ര പെൺകുട്ടികൾ, എത്ര സ്ത്രീകളായിരിക്കും ക്രൂരമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബലിയാടാകുക എന്ന്. കഴിഞ്ഞ 10-12 വർഷമായി ആവറേജ് ഒരു വർഷത്തിൽ തന്നെ 30,000-ൽ കൂടുതൽ റേപ്പ് കേസസ് ഇന്ത്യയിൽ ഫയലാകുന്നുണ്ട്. 2018 39,000 കേസ് ഫയലായിട്ടുണ്ട്. ഇങ്ങനെ റേപ്പ് കേസ് എന്നത് കാലമായി നടന്നുകൊണ്ടിരുന്നാലും ഇപ്പോൾ അതിന്റെ എണ്ണം എന്നത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്, വളരെ ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, ഈ റേപ്പ് കൺവിക്ഷൻ റേറ്റ് എന്നത് ഇന്ത്യയിൽ വളരെ കുറവാണ്. മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ, മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 100 പേർ ഈ ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കേസ് അവസാനിച്ച് കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കുന്ന പെർസെന്റേജ് എന്നത് വെറും 27 മുതൽ 28% മാത്രമാണ്. അതായത് 10-ൽ 3 പേർക്ക് പോലും ശരിയായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിപ്പോ ഞാൻ പറയാനുണ്ടായ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കൊൽക്കത്ത കേസ് തന്നെയാണ്. ഇത് ലോകം മുഴുവനും വലിയൊരു പ്രകമ്പനം കൊള്ളിച്ചു. ആ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിന് ഇപ്പോഴും പൂർണ്ണ അവസാനം വന്നിട്ടില്ല. ഈ ഒരു കേസിലൂടെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനാകാത്ത, ഊഹിക്കാനാകാത്ത പല ഡേർട്ടി ബിസിനസ്സുകൾ നടന്നിട്ടുണ്ട്. ഇതും ഇപ്പൊ പുറത്തു വന്നു. ഇപ്പോൾ കൊൽക്കത്ത കേസ്, അതിന്റെ ഔട്ട്ലൈൻ, സംഭവങ്ങൾ, ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നമ്മൾ തന്നെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതുപോലെ ഒരു സംഭവം 2001 അതേ കോളേജിൽ, അതേ ഹോസ്പിറ്റലിൽ ഓഗസ്റ്റ് 25 അതേ മാസം തന്നെ നടന്നിട്ടുണ്ട്. സൗമിത്ര ബിസ്വാസ് എന്ന ഒരു വിദ്യാർത്ഥി അതേ കോളേജിൽ 4th ഇയർ പഠിക്കുകയായിരുന്നു. ഈ 2001 നടന്ന ഈ ഒരു സംഭവം ഇപ്പോഴാണ് വലിയ രീതിയിൽ സംസാരിക്കാൻ തന്നെ തുടങ്ങിയത്. എല്ലാ മീഡിയാസിലും ആർട്ടിക്കിളിലും ഇത് വരാൻ തുടങ്ങി. ഈ സൗമിത്ര ബിസ്വാസ് ആത്മഹത്യ ചെയ്യുന്നു 2001 ഓഗസ്റ്റ് മാസം 25. എന്നാൽ മാതാപിതാക്കൾ തങ്ങളുടെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് പല ചോദ്യങ്ങൾ പുറത്തു വന്നു. പല മാസങ്ങൾക്ക് ശേഷം അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം വരുന്നു. ചുറ്റുമുള്ള കൂട്ടുകാരും ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഇതിനുശേഷം എന്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. അവർക്കുണ്ടായിരുന്ന സംശയം, അതായത് അവിടെ സംഭവിച്ച ചില സത്യങ്ങൾ, അവിടെയുള്ള ഹോസ്റ്റൽ മുറികളിൽ, കോളേജ് മുറികളിൽ, സെമിനാർ ഹാളുകളിൽ അശ്ലീല ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ അശ്ലീല ചിത്രങ്ങൾ എടുക്കുന്നത് തന്നെ അവിടെയുള്ള ചില സീനിയർ ഡോക്ടേഴ്സ് ആണെന്ന് പറയുന്നു. ഇതിനാരെ പിന്തുണ നൽകിയെന്ന് ചോദിച്ചാൽ അവിടെയുള്ള സ്റ്റേറ്റ് ഡോക്ടേഴ്സ്, വലിയ സീനിയർ ഡോക്ടേഴ്സ് ആണ് പിന്തുണ നൽകിയത്. ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ അവരും പിന്തുണ നൽകി. ആ ഹോസ്പിറ്റലിൽ അശ്ലീല ചിത്രങ്ങൾ എടുക്കാൻ പുറത്തുനിന്ന് ആളുകളെ വരുത്തും. അതിനുള്ള ലൈറ്റും സജ്ജീകരണങ്ങൾ എല്ലാം ചെയ്ത് അങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കും. അത് വിൽക്കാനാണോ എടുത്തത്, മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ എടുത്തത്, ഇതൊന്നും ആർട്ടിക്കിളിൽ കൊടുത്തിട്ടില്ല. എന്നാൽ അശ്ലീല ചിത്രങ്ങൾ എടുക്കാൻ അവിടെയുള്ള ഹോസ്റ്റൽ മുറികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 2001 സംഭവിച്ചതാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് നടന്നത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ വിചാരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു മോഡൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത്, അവർക്ക് പഠിക്കാനായി നൽകിയിട്ടുള്ള, പ്രാക്ടിക്കലിനായി നൽകിയിട്ടുള്ള ജീവനറ്റ ശരീരം, മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഈ അശ്ലീല ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അവസാനം എഡിറ്റ് ചെയ്ത് ആ ഒരു ഫേസ് മാറ്റും. ഇങ്ങനൊരു സംഭവം 2001 അവിടെ നടന്നിട്ടുണ്ട്. ഇതിനെ എതിർത്ത് ചോദിക്കാൻ അവിടെയുള്ള ആർക്കും ധൈര്യമില്ലായിരുന്നു. കാരണം ചെയ്യുന്നവരെല്ലാം വലിയ ആളുകളുണ്ട്, അവരുടെ സപ്പോർട്ടോടുകൂടിയാണ് ചെയ്യുന്നത്. അതിനാൽ അവിടെയുള്ളവരെല്ലാം ഇത് പുറത്ത് പറയാൻ ഭയന്നു, ആരും പറഞ്ഞില്ല. എന്നാൽ ആ സമയം ഈ സൗമിത്ര ബിസ്വാസ് എന്ന ഈ 4th ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി വളരെ ധൈര്യത്തോടുകൂടി ഇതിനെ എതിർത്തൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ എതിർത്ത് ചോദിച്ചത് കൊണ്ട് തന്നെ അവന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അതായത് നമുക്ക് തന്നെ ചിന്തിക്കാം, കുറേയേറെ പേർ ചേർന്ന് അവനെ കൊന്നു, എന്നിട്ട് അതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിച്ചു. ഇതെല്ലാം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞതാണ്. ആർട്ടിക്കിളിൽ മാത്രമല്ല, സൗമിത്ര ബിസ്വാസിന്റെ അമ്മയും ഇതിനെക്കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ നൽകി. ഇക്കാര്യമെല്ലാം എനിക്ക് മനസ്സിലായി, എൻ്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, വിദ്യാർത്ഥികളും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്ന് ഈ ഒരു കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു.
കേസ് മുന്നോട്ട് പോയി, ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ കേസിന് തുമ്പ് കിട്ടിയില്ല, തെളിവ് കിട്ടിയില്ല, ആവശ്യമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമൊന്നും നടന്നില്ല. അതവിടെ തന്നെ അങ്ങനെ അവസാനിച്ചു. എന്നാൽ ഇപ്പോ 23 വർഷങ്ങൾക്ക് ശേഷം അന്ന് എന്റെ സുഹൃത്തിന് ഒരു നീതി ലഭിച്ചില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോ ഈ ഒരു കേസിലൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോ 2001 തന്നെ ഇങ്ങനെ ഒരു ഡേർട്ടി ബിസിനസ് നടന്നിട്ടുണ്ട്. അതേ സംഭവമാണ് ഇവിടെ നടന്നതെന്നല്ല പറയുന്നത്. അതുപോലെ ചില ചോദ്യങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആ ആർട്ടിക്കിൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായി ഒന്ന് വായിച്ചു നോക്കുക. കാരണം ചില കാര്യങ്ങൾ നമുക്കൊരു പൊതുസ്ഥലത്ത് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് മുഴുവനായും അതിൽ വായിക്കാം. അടുത്തത്, അവിടെ ഒരു സെക്യൂരിറ്റി ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതും ന്യൂസ് ചാനൽസിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ പ്രതിഷേധം നടന്നതിനെ കുറിച്ചായിരുന്നു. ആ പ്രതിഷേധത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അതിന്റെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം പുറത്തിറങ്ങിയിരുന്നു. സെക്യൂരിറ്റി പറഞ്ഞത് ഒരുപാട് പേര് വന്നു, അവിടെയുള്ള ഗേറ്റ് തകർത്തു, കതക് തകർത്തു, കമ്പ്യൂട്ടർ തകർത്തു, CCTV ക്യാമറാസ് തകർത്തു, അവിടെയുള്ള മരുന്നുകൾ എല്ലാം നശിപ്പിച്ചു. കൂടാതെ ഈ പ്രശ്നത്തിലുണ്ടാകുന്ന ഒരു 19 പേരെ അറസ്റ്റ് ചെയ്തു എന്നും പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CCTV ക്യാമറകളെല്ലാം തകർത്തു, കമ്പ്യൂട്ടറുകളെല്ലാം തകർത്തു. ഇതും നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക. കൂടാതെ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ മകളുടെ ഡയറി വായിച്ചു. അതിൽ അവൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരുന്നു. അവസാനം അവൾ എഴുതിയിരുന്നത് അവൾ പഠിച്ചുകൊണ്ടിരുന്ന MD, അതിൽ അവൾക്ക് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ വിൻ ചെയ്യണം, എനിക്ക് ഫസ്റ്റ് മാർക്ക് വാങ്ങണം എന്നവൾ എഴുതിയിരുന്നു. അതായിരിക്കും എൻ്റെ മകൾ എഴുതിയ അവസാന വാക്കുകൾ. അത് മാത്രമേ എന്നെ കൊണ്ട് വായിക്കാൻ സാധിച്ചുള്ളൂ. മകൾ 10-12 മണി വരെ പഠിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് പഠിത്തം എന്നത് വളരെ ഇഷ്ടമാണ്. അവൾ വളരെ ധൈര്യശാലിയാണ്. അവൾക്ക് വലിയ രീതിയിലുള്ള ഒരു മനോബലമുണ്ട്. എന്തിനേയും എതിർത്ത് ചോദിക്കാനുള്ള ഒരു ധൈര്യമുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷെ അവസാനം വരെയും അവളുടെ ആഗ്രഹം അവൾക്ക് നടന്നില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു. എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് നഷ്ടപരിഹാരം നൽകാമെന്ന് ഒരുപാട് പേർ എന്നെ സമീപിച്ചിരുന്നു. എന്നാൽ എനിക്ക് നഷ്ടപരിഹാരം ഒന്നും തന്നെ വേണ്ട. എൻ്റെ മകൾക്കുള്ള നീതി, ന്യായമാണ് വേണ്ടത്. എൻ്റെ മകൾ ഡോക്ടറാകണം എന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ മകൾക്ക് വേണ്ടി ഇന്ത്യ തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. അത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ചെറിയൊരു ആശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഒരു സംഭവം ഓഗസ്റ്റ് മാസം 9-ാം തീയതി കൊൽക്കത്തയിൽ നടന്ന ആ സംഭവമാണ്. അതിൻ്റെ ആഘാതത്തിൽ നിന്നും, അത് നൽകിയ ദുഃഖത്തിൽ നിന്നും ഇന്ന് വരെയും ജനങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം പോലും, ഈ ഓഗസ്റ്റ് 9-ന് ശേഷം പോലും തുടർച്ചയായി പല സംഭവങ്ങൾ ഇതുപോലെ തന്നെ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 മിനിറ്റിൽ ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്രയേറെ കേസുകൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ അറിയുന്നതും കാണുന്നതുമായ കേസുകൾ വളരെ ചുരുക്കം മാത്രം. ഈ ഓഗസ്റ്റ് 9-ന് ശേഷം ഓഗസ്റ്റ് 18-19-നുള്ളിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതിൽ ചിലത് ഞാൻ പറയാം. ഓഗസ്റ്റ് 13-ാം തീയതി ഉത്തർപ്രദേശ് സോൻഭദ്ര എന്ന സ്ഥലത്ത് ദുധി എന്ന ഗ്രാമത്തിലുള്ള ഒരു 14 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് ക്രൂര പീഡനത്തിന് ഇരയാവുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ആ കുഞ്ഞിന് അവസാനം വരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്, പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു. ശ്രദ്ധിക്കേണ്ടത്, ഡിസംബർ മാസം മുതലേ ഈ കുഞ്ഞിനെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം പുറത്ത് ആരോടും പറഞ്ഞില്ല. പക്ഷെ ആ കുഞ്ഞിന് തുടർച്ചയായി ശാരീരികമായ പല പ്രശ്നങ്ങൾ വരുന്നു. അവൾ വല്ലാത്തൊരു മാനസിക സംഘർഷവും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവളുടെ വീട്ടുകാർക്കത് മനസ്സിലായി. പക്ഷെ വീട്ടിലുള്ളവർ പോലും ആ കുഞ്ഞിനോട് ഇതിനെക്കുറിച്ച് പുറത്തു വരാൻ പാടില്ല, കുടുംബത്തിന് അത് വലിയ മാനഹാനിയാകും, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ മൂടി മറച്ചു. പക്ഷെ ആ കുഞ്ഞിന്റെ ശാരീരിക നില മോശമായി തുടങ്ങി. ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആ ബന്ധു വഴിയാണ് ഇക്കാര്യം പുറത്തറിയാൻ തുടങ്ങിയത്. എന്നിട്ട് പോലീസ് ഇതിന് ആക്ഷൻ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിലെ ദിവസം ഈ ചെയ്തവൻ ഈ കുടുംബത്തിന് പണം കൊടുത്ത് ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന രീതിയിലുള്ള ഭീഷണികളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞ് ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. ഇത് വലിയ ദുഃഖം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അയാൾ അറസ്റ്റ് ചെയ്യാൻ 2 ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. അയാൾക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇത് ഓഗസ്റ്റ് 13-ന് നടന്ന സംഭവമാണ്. അടുത്തത് ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഉത്തരാഖണ്ഡിലും ഇതുപോലൊരു സംഭവം നടന്നു. അതുപോലെ മൃദാബാദ് എന്ന ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് നേരെയും ഒരു സംഭവം. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഇത് പുറത്തറിയാൻ കഴിഞ്ഞത് ആ കുഞ്ഞ് ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് വളരെ അവശയായി, അസ്വസ്ഥയായി പുറത്തേക്ക് വരുന്നു. ഒരു ഭയന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്നത് അവിടെയുള്ള ചില പോലീസുകാർ കണ്ടു. എന്ത് പറ്റിയെന്ന് ആ കുഞ്ഞിനോട് തുടർച്ചയായി ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഒരു ഗ്യാങ് റേപ്പ് നടന്നു എന്ന് പറഞ്ഞു.
ആ കുഞ്ഞ് പഞ്ചാബിൽ നിന്ന് ഉത്തരാഖണ്ഡിലുള്ള അവളുടെ വീട്ടിലേക്ക് വരെ നിൽക്കുകയായിരുന്നു, ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിനുള്ളിൽ വെച്ച് തന്നെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. ആ ബസിന്റെ കണ്ടക്ടറും അവിടെ ഉണ്ടായിരുന്നവരും ചേർന്ന് ഒരു 4 പേരെയോളം പിടിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിലിനി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന അന്വേഷണം നടക്കുന്നുണ്ട്. അടുത്തത് ഓഗസ്റ്റ് 14 മധ്യപ്രദേശ്. ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന ഒരു ചെറിയ കുഞ്ഞിനെ തൊട്ടടുത്ത വീട്ടിലുള്ള 69 വയസ്സുകാരൻ ഇതുപോലെ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്നു. ആ വീട്ടിൽ ആരുമില്ല, കുഞ്ഞ് ഒറ്റയ്ക്കാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ അയാൾ വീട് കയറി ചെന്ന് ആ കുഞ്ഞിനെ റേപ്പ് ചെയ്യുന്നു. പിന്നീട് വിഷയം പുറത്തറിയുകയും അത് പോലീസ് കേസ് ആവുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഓഗസ്റ്റ് 14. അടുത്തത് ഓഗസ്റ്റ് 18 ഇന്നലെ ബംഗളൂരിൽ 21 വയസ്സുള്ള ഫൈനൽ ഇയർ സ്റ്റുഡന്റിനും ഇതുപോലൊരു സംഭവം തന്നെ ഉണ്ടായി. സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് തിരികെ മടങ്ങി വരികയായിരുന്നു രാവിലെ. കാറിൽ തിരികെ വരുന്ന സമയത്ത് ആ കാറിന് ചെറിയൊരു അപകടം സംഭവിച്ചു. അങ്ങനെ ആ പെൺകുട്ടി ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി അവൾക്ക് ലിഫ്റ്റ് കൊടുക്കാമെന്നുള്ള വ്യാജേനെ വണ്ടിയിലേക്ക് കയറ്റുകയും അവളോട് വളരെ മോശമായി തന്നെ പെരുമാറുന്നു. അയാളെയും ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഓഗസ്റ്റ് 9 കൊൽക്കത്തയിൽ നടന്ന ഈ ഒരു സംഭവത്തിന് ശേഷം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പുറത്തറിയാൻ കഴിയുന്ന കേസുകൾ ഇത്രയാണ്. അപ്പോ പുറത്ത് അറിയാൻ കഴിയാത്ത മൂടി മറച്ച കേസുകൾ എത്രയായിരിക്കും? സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. എന്ത് പ്രതിവിധിയാണെന്ന് മനസ്സിലാകുന്നില്ല. എത്രയോ കേസുകളിൽ വീണ്ടും വീണ്ടും പറയുന്നത് തന്നെയാണ് വീണ്ടും പറയുന്നത്. നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നു, എന്നാൽ ഇങ്ങനെയുള്ള കേസുകളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഒരു സംഭവം നടന്നു, അതിനുള്ള പ്രതിഷേധം നടന്നു, കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ വീണ്ടും പല സംഭവങ്ങൾ നടക്കുന്നു എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവന് ആ സമയത്ത് ശിക്ഷ നൽകാത്തതിന്റെ കുറവ് തന്നെയല്ലേ അത്? അപ്പോ തെറ്റ് ചെയ്തവൻ ഇവനാണ് എന്ന് ഉറപ്പ് വന്നാൽ അവൻ അവിടെ വെച്ച് തന്നെ ശിക്ഷ നൽകണം. എങ്കിൽ മാത്രമേ നാളെ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിലനിൽക്കുന്ന ഈ നിയമങ്ങൾ കൊണ്ടൊന്നും മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ല. ശിക്ഷ നൽകുന്ന റേറ്റ് എന്നത് വർദ്ധിക്കണം. അതും അപ്പൊ തന്നെ ശിക്ഷ നൽകണം. എനിക്ക് തോന്നുന്നത് പോലീസിനെ കൊണ്ടോ നിയമത്തെ കൊണ്ടോ ഇതൊന്നും പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയില്ല. യാതൊരു വിശ്വാസവുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനുള്ള ആദ്യ തുടക്കം കുറിക്കണം. മക്കളോട് പറഞ്ഞു വളർത്തണം. ഇനി വരുന്ന തലമുറയെങ്കിലും ഒരു പക്ഷേ നന്നായി വളരട്ടെ. എങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ കുറയുമെന്നത് വലിയൊരു സംശയം തന്നെയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.